പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 6-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 3-ാമത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്തൃസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? കഴിഞ്ഞ പകൽക്കാലം സൂക്ഷിച്ചതിന് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം, രോഗദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളിലൊക്കെയും കഴിഞ്ഞ പകൽക്കാലം കർത്താവ് കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നല്ലോ, കർത്താവിന് നന്ദി. സ്വസ്ഥമായി ഉറങ്ങാൻ കർത്താവ് സഹായിച്ചല്ലോ, കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ അതിശയമായി നടത്തുന്നതിന് സ്തോത്രം, ശ്രേഷ്ഠമായിട്ട് നടത്തുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ കൃപ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ജയോത്സവമായി നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ടും സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അതേ കർത്താവെ, ഞങ്ങൾ ഇന്ന് പ്രഭാതി വിളിച്ചു പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ കൃപ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയയും വിശ്വസ്തതയും വലുതാകിയാൽ സ്തോത്രം ചെയ്തു. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ അമേൻ അമേൻ ഈ സന്ദേശം നിൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലേക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേകമായ ഫേവർ ഈ പ്രഭാതി തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, ഇത് ദിവസവും കേൾക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. മുടങ്ങാതെ കേൾക്കുവാനുള്ള പ്രത്യേക കൃപ കർത്താവ് കൊടുത്താട്ടെ. ആമേൻ. ഇത് ഇവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. ഇത് ഇവരുടെ ജീവിതത്തിന് നന്മയ്ക്ക് കാരണമായി തീരട്ടെ. പരിശുദ്ധാത്മാവേ, വലിയ ആത്മീകമായ നിറവും ആമേൻ എക്സ്പീരിയൻസുകളും ഈ പ്രഭാതി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആത്മീകമായ വലിയ അനുഭവങ്ങളെ ഈ പ്രഭാതത്തിൽ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ശരീരത്തിൽ, അവരുടെ ഉള്ളിൽ അവർ അനുഭവിക്കേണ്ട ദൈവത്തിൻ്റെ ശക്തി. ആമേൻ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ പുതുബലം, പുതുകൃപ യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ആമേൻ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അമിത വണ്ണത്താൽ ഭാരപ്പെടുന്നവർ, അവൻ ശരീരം അമിതമായി വണ്ണിച്ച് അവൻ അത് മുഖാന്തരം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ അമിതഭാരം, അമിത വണ്ണം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളിൽ നിന്ന് മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. കർത്താവേ, ഞങ്ങൾ അവരെ ഓർക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ വഴികൾ തുറക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കൊടുക്കണം. വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾ, അവർ വിവാഹം തക്ക സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. അതുപോലെ കർത്താവെ, ബിസിനസ് ചെയ്യുന്നവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിന് പ്രത്യേക ഗ്രേസ് കൊടുക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഇന്ന് ആമേൻ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ലോകമെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരാത്മീക ചലനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ കൊടിയ കാറ്റ് യേശുവിൻ്റെ നാമത്തിൽ വീശുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞ 2 രാത്രികളും കഴിഞ്ഞ 2 ദിവസവും അനുഗ്രഹമാക്കി തീർത്തതിന് സ്തോത്രം. തന്ന അനുഭവങ്ങൾക്ക് നന്ദി, തന്ന ദൈവിക കൃപകൾക്കായിട്ടും പകർച്ചകൾക്കായിട്ടും ഒക്കെ നന്ദി പറയുന്നു. ഈ 3-ാം ദിവസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്നു തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം. അവരുടെ സ്പിരിച്വൽ കപ്പാസിറ്റി വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ആത്മീക ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള പ്രത്യേകമായ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേലുണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ ആമേൻ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങും അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളിലേക്ക് വലിയ കാര്യങ്ങളെ കർത്താവ് പകരുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും
ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങിൽ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോടും ഉപവാസത്തോടുമായിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കുക. അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ ആരംഭവാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 3-ന്റെ ആരംഭവാക്യം. ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ. സ്തോത്രം. അപ്പം ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത് ഒരു കൺസിസ്റ്റൻ്റായ പ്രാർത്ഥനാ ജീവിതം, ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ ലാസ്റ്റ് ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു പ്രാർത്ഥനാ ജീവിതം. ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ സിസ്റ്റമാറ്റിക്കായി തീരണമെങ്കിൽ നമ്മൾ സിസ്റ്റം ഉണ്ടാക്കണം. എന്നിട്ട് ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സിസ്റ്റമാറ്റിക് ആകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ ഒരു സിസ്റ്റവും ഇല്ലാത്ത ലൈഫായി മാറും. നമുക്കൊരു ക്രമമില്ലാത്ത ജീവിതമായി മാറും. ആമേൻ. സ്തോത്രം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളായിട്ട് പ്ലാൻ ചെയ്യണം കാര്യങ്ങൾ. എന്നിട്ട് അതിനകത്ത് നമ്മൾ പറയുക, ഞാൻ ഈ നമ്മുടെ ജനറൽ ലൈഫിൽ ഒരു ലോക ജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ, ഇപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഒരു സിസ്റ്റം ഉണ്ടാകണം. അതിനാണ് സ്കൂളിൽ ടൈം ടേബിൾ കൊടുക്കുന്നത്. ആമേൻ. 10 മുതൽ 11 വരെ ഇന്ന ഒന്നാമത്തെ പീരീഡ് ഇന്ന ക്ലാസ്. എന്തിനാ? അതനുസരിച്ച് ക്ലാസ് നടന്നില്ലെങ്കിൽ അത് അവസാനം എന്തുവാ നടന്നെന്നോ എങ്ങനെയാണ് നടന്നെന്നോ ഒന്നും അറിയത്തില്ല. അവസാനം ഒന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് എല്ലായിടത്തും ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നത്. ഇതുപോലെ ദൈവമക്കളുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്കൊരു സിസ്റ്റം ഉണ്ടാകണം. ആമേൻ. ഇവിടെ നമ്മൾ കാണുന്നു പ്രാർത്ഥനാ സമയം. അപ്പോൾ പ്രാർത്ഥന ഷെഡ്യൂൾ ചെയ്തിരിക്കുക. അത് അങ്ങ് പ്രാർത്ഥനയെന്നല്ല, അതൊരു പ്രാർത്ഥനാ സമയമായിരുന്നു. പത്രോസും യോഹന്നാനും അപ്പോൾ അവർക്ക് തോന്നുമ്പോൾ പ്രാർത്ഥിക്കുകയല്ല അവർ ചെയ്തത്. അവർക്കൊരു പ്രത്യേക സമയം പ്രാർത്ഥനയ്ക്കായിട്ടുണ്ടായിരുന്നു. അത് എന്താ കാണിക്കുന്നറിയാമോ? ആമേൻ. അത് സ്പിരിച്വൽ കൺസിസ്റ്റൻസിയാണ്. അതെങ്ങനെയാണ് ഉണ്ടായത്? സ്പിരിച്വൽ സിസ്റ്റംസിലൂടെ. ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുന്നത് നമുക്കൊരു സിസ്റ്റം ഉണ്ടായി കഴിയുമ്പോൾ, ആ സിസ്റ്റത്തെ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടാകാൻ കാരണമാകും. ആമേൻ. അപ്പോൾ ആദിമസഭ, പുതിയ നിയമസഭ, അവർക്ക് എന്തായിരുന്നു? ഒരു ഓർഡർ ഉണ്ടായിരുന്നു, അവർക്കൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, അവർക്കൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവിക അത്ഭുതങ്ങൾ നടന്നതും അസാധാരണമായ ദൈവിക ഇടപെടൽ നടക്കുന്നതും ഒന്നും ആമേൻ അവരതിനുവേണ്ടി അവർ ഒരു സിസ്റ്റം ഉണ്ടാക്കി അവരൊരു പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് മുന്നേറുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ആത്മീക തീയെ ജ്വലിപ്പിച്ച് നിർത്തുവാൻ നമുക്ക് ഒരു ആത്മീകമായ സിസ്റ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അനേക ദൈവമക്കൾക്ക് ഭയങ്കര പ്രാർത്ഥനാ ജീവിതം ആഗ്രഹമുണ്ട്. ആമേൻ. പക്ഷേ ഒരാഗ്രഹം കൊണ്ട് മാത്രം നടക്കത്തില്ല. അതിനകത്ത് ഒരു സിസ്റ്റം ഉണ്ടാകണം, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ഉണ്ടാകത്തില്ല. ആമേൻ. സ്തോത്രം. അപ്പം എന്താ വേണ്ടത്? തീ കത്തുന്നുണ്ട്. പക്ഷേ ഒരു സ്ട്രക്ചർ ഇല്ലാതെ കുറച്ച് നേരം തീ കത്തിയാൽ എന്നാ പറ്റും? ആ തീ അങ്ങ് കെട്ടുപോകും. ആമേൻ. പാഷൻ ഇല്ലാത്ത ഒരു ഡിസിപ്ലിൻ നമ്മുടെ ലൈഫ്, പാഷൻ വിത്തൗട്ട് ഡിസിപ്ലിൻ എന്ത് ചെയ്യും? അത് മുന്നോട്ട് ചെല്ലും തോറും അതെന്ത് ചെയ്യും? ഫെയ്ഡായി പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, നമുക്കൊരു സിസ്റ്റം ഉണ്ടാകണം പ്രാർത്ഥനയ്ക്ക്. ദാനിയേലിനെ ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ദാനിയേലിനെ 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, പതിവ് പോലെ, അതായത് സിസ്റ്റം, ആസ് പെർ ദ സിസ്റ്റം ദാനിയേൽ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ദാവീദ് പറയുന്നു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ സങ്കടം ബോധിപ്പിച്ച് കരയും. സങ്കീർത്തനം 55:17 പറയുന്നു. അപ്പോൾ ദാവീദിന് ആ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. യേശു അവൻ തനിച്ചു മാറിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. യേശുവിന് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അധികാരത്ത് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആമേൻ. അതൊന്നും പെട്ടെന്ന് അങ്ങ് ഉണ്ടായി വന്നതല്ല. അത് നമ്മൾ മനസ്സെടുത്ത്, നമ്മൾ തീരുമാനമെടുത്ത്, അങ്ങനെ ഇൻറ്റൻഷനായിട്ട് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റത്തിനകത്ത് നമ്മൾ കയറി വരുമ്പോഴാണ് അത് നമ്മുടെ ലൈഫ് സ്റ്റൈലായി മാറുന്നത്. സോ ഇന്ന് പ്രഭാതത്തിൽ ഈ 3-ാമത്തെ ദിവസം കർത്താവിൻ്റെ ആത്മാവ് നമ്മളോട് പറയുക, എന്തു വേണം? നമ്മളും അതുപോലെ ആയിരിക്കണം. നമ്മൾ അതിനുവേണ്ടി ചില ത്യാഗങ്ങൾ സഹിക്കണം, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പലതിനെയും മാറ്റിവെക്കണം. ഞാൻ ഇത്ര നേരം പ്രാർത്ഥിക്കും, ഇത്ര നേരം ബൈബിൾ വായിക്കും, അത് എൻ്റെ ജീവിതത്തിൻ്റെ ദിനചര്യയുടെ ഭാഗമാണ് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് ആ സമയം എന്തു വില കൊടുത്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് നാൾ മുൻപോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ജയിക്കാൻ കഴിയും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, നമ്മൾ സിസ്റ്റം ബ്രേക്ക് ചെയ്താൽ
അത് പോയി. അപ്പോൾ എന്ത് ചെയ്യണം? ഇനിഷ്യലി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ ഉറക്കം വെച്ചിട്ട് കുറയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മറ്റ് സന്തോഷിക്കുന്ന സമയങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്ര നേരം പ്രാർത്ഥിക്കണം, ഇത്ര നേരം ബൈബിൾ വായിക്കണം, ഇത്ര നേരം പാട്ട് പാടണം, ഇത്ര നേരം പ്രൊക്ലമേഷൻസ് പറയണം എന്നൊരു തീരുമാനം നമ്മളായിട്ടെടുത്ത് അതിനെ സിസ്റ്റമാക്കി ആ സിസ്റ്റം ബ്രേക്ക് ചെയ്യാതെ വില കൊടുത്ത് ആമേൻ ചില ദിവസങ്ങൾ അതിനുവേണ്ടി നിന്നാൽ ആമേൻ അത് കാലക്രമേണ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. ഹല്ലേലൂയ. കൺസിസ്റ്റൻസിയാണ് മാറ്റർ, ഇൻറ്റൻസിറ്റി അല്ല മാറ്റർ ചെയ്യുന്നത്. ആമേൻ ഇനിഷ്യലി കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ആമേൻ ഇനിഷ്യലി തുടക്കത്തിൽ എന്ത് വേണം? കൺസിസ്റ്റൻസി ഉണ്ടാകണം. ആമേൻ ഇൻറ്റൻസിറ്റിയേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻസി. അതായത് തുടർമാനമായിട്ട് ചെയ്യുക, ദിവസവും ചെയ്യുക. ആമേൻ നിശ്ചിത സമയത്ത് ചെയ്യുക, നിശ്ചിത സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക, നിശ്ചിതമായ കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് നമ്മളെ അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ കർത്താവ് ഇടവരുത്തും. അപ്പം എന്തുവാ കർത്താവ് പറയുന്നത്? കർത്താവിനെ സ്നേഹിക്കാഞ്ഞിട്ടല്ല പലരുടെയും ജീവിതത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നത്. പക്ഷേ അവരെന്ത് ചെയ്തില്ല? അവർക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതമില്ല. അപ്പം ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇമോഷൻസ് അല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, എൻ്റെ സിസ്റ്റമാണ്. നമ്മൾ പറയുക, എൻ്റെ ആ സിസ്റ്റത്തിനകത്ത് എനിക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, ആ സമയം ഇത്രയും സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ചിലവഴിക്കും എന്നൊരു തീരുമാനമെടുക്കുക. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് സമയമുണ്ടേ പ്രാർത്ഥിക്കും, സാഹചര്യം ഒത്താ പ്രാർത്ഥിക്കും, ആവശ്യങ്ങളുണ്ടേ പ്രാർത്ഥിക്കും. അവൻ അങ്ങനല്ല. ഇന്നലെ നമ്മൾ കേട്ടു കർത്താവ് എന്നാ പറഞ്ഞത്? നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. അപ്പോൾ നമുക്ക് റെഗുലറായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു പ്രയർ ലൈഫ്. ഞാൻ രാവിലെ ഇത്ര നേരം പ്രാർത്ഥിക്കും, ആ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ ബൈബിൾ വായിക്കും, പാട്ട് പാടും, ഡിക്ലറേഷൻസ് ചെയ്യും, അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കും, അത് ഇത്ര സമയം ഞാൻ ചെയ്യും. നിങ്ങളായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. എന്നിട്ട് ആ ടൈം ടേബിൾ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. അതിനകത്ത് നിങ്ങൾ അത് ഒട്ടും ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾ കുറച്ച് നാളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, നിങ്ങളുടെ ലൈഫ് മറിയാൻ തുടങ്ങും. ആമേൻ. സിസ്റ്റം ബ്രേക്ക് ചെയ്യുന്ന പല സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകും. പക്ഷേ അറ്റ് എനി കോസ്റ്റ് ഞാൻ എന്ത് ചെയ്യും? സിസ്റ്റം ബ്രേക്ക് ചെയ്യത്തില്ല. ഞാനുണ്ടാക്കിയ സിസ്റ്റം പരിശുദ്ധാത്മാവുമായിട്ട് ചേർന്ന് ഞാൻ ജയകരമായി കംപ്ലീറ്റ് ചെയ്യും എന്നൊരു തീരുമാനം ഉണ്ടാകണം. അതുകൊണ്ട് ഇന്നു മുതൽ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെ ജീവിതത്തിലും ഒരു സിസ്റ്റമാറ്റിക് പ്രെയർ ലൈഫ് ഉണ്ടാകട്ടെ. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ എഴുന്നേൽക്കും, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഞാൻ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഇത്ര നേരം ഞാൻ പാട്ട് പാടും, ഇത്ര നേരം ഞാൻ ബൈബിൾ വായിക്കും, ഇത്ര നേരം ഞാൻ ഡിക്ലറേഷൻസ് ചെയ്യും, ഇത്ര നേരം ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കും. അത് ഒരു ദിവസം എനിക്ക് ഇത്രയും സമയമാണ് ഞാൻ പ്രേയറിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒന്ന് മാറ്റി വെച്ച്, എന്നിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് രാവിലെ അത് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഉച്ചയ്ക്ക് ചെയ്യുക, വൈകിട്ട് ചെയ്യുക. പക്ഷേ അതെന്ത് വന്നാലും, എന്ത് സിസ്റ്റം നിങ്ങൾ പ്ലാൻ ചെയ്തോ അത് പൂർത്തീകരിക്കാതെ നിങ്ങൾ രാത്രി കിടക്കാൻ പോകരുത്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിങ്ങളുടെ പ്രെയർ ലൈഫ് ഭയങ്കര വേഗത്തിൽ പണിയപ്പെടുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുകയും ചെയ്യും. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു സിസ്റ്റമാറ്റിക്കായ കൺസിസ്റ്റൻറ്റ് പ്രെയർ ലൈഫ് ഉണ്ടാകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞ കവിയും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, we are really blessed, we are permanently blessed and highly favored. God bless you, God bless you, God bless you.